നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. അവസാനം അത് സംഭവിക്കുകയാണ്. 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അർജുന് 6 അടി മണ്ണൊരുക്കുകയാണ് സ്വന്തം വീടിന് അരികിലായി. വീട്ടുകാർക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി സമയം കണ്ടെത്തുകയും ചെയ്ത അർജുൻ്റെ അന്ത്യവിശ്രമവും അതേ വീട്ടുമുറ്റത്ത് തന്നെയാണ്. ജോലിക്ക് വീട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ഓരോ അംഗത്തെയും പലതവണ വിളിക്കുകയും വിവരങ്ങൾ ആരായുകയും ചെയ്യുന്ന പ്രകൃതക്കാരനായ അർജുന് വീട് വിട്ട് മറ്റൊരു ലോകം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മാത്രം പോരാ, വീട്ടുകാരുമായി പലതവണ വീഡിയോ കോൾ ചെയ്യുന്നതും അർജുൻ്റെ ശീലങ്ങളിലൊന്നായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും 2.5 വയസ്സുകാരൻ മകനായ അയാൻ്റെയും ഒക്കെ ശബ്ദം കേട്ടില്ലെങ്കിൽ അദ്ദേഹം അസ്വസ്ഥനാകുമെന്ന് അർജുൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഫോണിന് വീട്ടുകാരും ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. വീട്ടുകാരെ മാറി മാറി വിളിക്കുന്നതിനാൽ തന്നെ വീട്ടിലെ ഓരോ നിമിഷത്തിലും അർജുനും അവരുടെ ഓരോ കാര്യങ്ങളിലും പങ്കാളികളാകുന്നതായി കുടുംബാംഗങ്ങൾക്ക് തോന്നുകയും ചെയ്തു. ആ ചിന്തയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വീട്ടുകാരുടെ ഓരോ ഹൃദയമെടുപ്പും അടുത്തിരുന്നറിയാൻ വേണ്ടി വീടിനോട് ചേർന്ന് തന്നെയാണ് ഇതാ ഇപ്പോൾ 6 അടി മണ്ണിൽ വിശ്രമമൊരുക്കുന്നത് അർജുനും. മകൻ അയാൻ്റെ പൂപ്പുഞ്ചിരി കാണുവാനും ശ്രദ്ധ കിട്ടാനും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമായ ലോറി അർജുൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ അയാൾ പല ഭാഗത്തേക്കും ശ്രദ്ധ മാറ്റുമ്പോൾ അർജുൻ ലോറി എടുത്ത് കാണിച്ച് അയാളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുമായിരുന്നു. പിന്നീട് എത്ര സമയം വേണമെങ്കിലും അയാൻ പിതാവുമായി ഫോണിൽ അങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു. വീട്ടിലേക്കുള്ള ഒരു അവസാന യാത്രയിലും അർജുൻ പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിവെച്ചിരുന്നു തൻ്റെ കുഞ്ഞിനു വേണ്ടി. സഹോദരിമാർക്കും സഹോദരനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടി താമസിക്കുവാൻ ഒരു വലിയ വീടെന്ന മോഹം അർജുൻ്റെ ആഗ്രഹവുമായിരുന്നു. തുണിക്കടയിൽ ജോലി ചെയ്തും പെയിൻറ്റിങ് തൊഴിലെടുത്തും പിക്കപ്പ് വാനിലെ ലോറി ഡ്രൈവറായും ബസ്സിൽ ജോലി ചെയ്തുമെല്ലാം അർജുൻ ആ മോഹം പൂവണിയിച്ചു. ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് അർജുൻ വീട് നിർമ്മിച്ചത് പോലും. ആ വീടിനോട് ചേർന്ന് സംസ്കരിക്കുമ്പോൾ ആ വീട്ടുകാരുടെ കളിയും ചിരിയും വേദനയുമെല്ലാം അടുത്തിരുന്ന് അർജുന് കേൾക്കാനാകുമെന്ന വിശ്വാസത്തിൽ കൂടിയാണ് ആ കുടുംബം. അങ്ങനെ